സഖാവ് ബേബി ജോൺ അനുസ്മരണവും ഭൂപരിഷ്കരണ 50-ാം കൊയ്ത്ത് ഉത്സവത്തിന്റെ 50-ാം വാർഷികവും എന്ന സെമിനാർ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സഖാവ് ബേബി ജോൺ കേരള രാഷ്ട്രീയത്തിലെ കിസിഞ്ചറുടെ വിശേഷണത്തിന് അർഹനായതുപോലെ മുന്നണി ഭരണം എങ്ങനെ ഫലപ്രദമായി ജനോപകാരപ്രദമായി പ്രാവർത്തികമാക്കാമെന്ന് കേരള രാഷ്ട്രീയത്തിൽ തെളിയിച്ചതിന് നേതൃപരമായ പങ്കുവഹിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ആദരണീയനായ സഖാവ് ബേബി സാറെന്ന് സഖാവ് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ബേബി ജോൺ കേരള രാഷ്ട്രീയത്തിലെ കിസിഞ്ചർ എന്ന വിശേഷണത്തിന് അർഹനായത് തന്നെ മുന്നണി ഭരണം എങ്ങനെ ഫലപ്രദമായി ജനോപകാരപ്രദമായി പ്രാവർത്തികമാക്കാമെന്ന് കേരള രാഷ്ട്രീയത്തിൽ തെളിയിച്ചതിന് നേതൃപരമായ പങ്കുവഹിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു ആദരണീയനായ ബേബി സാർ. നമുക്കറിയാം, അദ്ദേഹത്തെ കുറിച്ചൊരു ദീർഘമായ വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അരനൂറ്റാണ്ട് കാലം കേരള നിയമസഭാംഗമായി ചവറ നിയമസഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ദീർഘകാലം കേരള സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായി പ്രവർത്തിച്ച് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ഏറ്റവും മികവുറ്റ ഭരണ നൈപുണ്യമുള്ള ഭരണകർത്താവ് എന്ന് പേരെടുത്തിട്ടുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി, നിരവധി മന്ത്രിസഭകളിൽ ദീർഘകാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള, നിരവധി മുഖ്യമന്ത്രിമാരോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലുമൊക്കെ മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ട് ധിഷണാപരമായ പ്രവർത്തനങ്ങളിലൂടെ കേരള സമൂഹത്തിന്റെ പൊതുവാദന വർദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രഗത്ഭനായ ഭരണകർത്താവ് എന്ന നിലയിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് ബേബി സാർ എന്നുള്ളത് കേരളത്തിന്റെ പൊതുമണ്ഡലം അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ RSPയെ സംബന്ധിച്ചിടത്തോളം, RSPയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കരിമണൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഞാൻ അതിന്റെ ഒന്നും ചരിത്രവും വിശദാംശങ്ങളിലേക്ക് ഒന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഏറ്റവും കൂടുതൽ നേതൃപരമായ പങ്കുവഹിച്ചത് കരിമണൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ സാഹസികമായ പോരാട്ടങ്ങൾ. നിരന്തരമായ സമരങ്ങളിലൂടെ കരിമണൽ തൊഴിലാളികൾ ചുട്ടുപൊള്ളുന്ന മണലിൽ മണ്ണ് ചുമന്നുകൊണ്ട് അധ്വാനം വിയർപ്പാക്കി പണിയെടുക്കുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ തൊഴിലാളികളെ ഏറ്റവും കനത്ത വിവേചനം നിലനിന്ന ആ മേഖലയിൽ ആ വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ സാഹസികമായ പോരാട്ടങ്ങളുടെ അനന്തര ഫലമാണ് സത്യത്തിൽ കൊല്ലത്തും കേരളത്തിലും സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമായത് എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടവം 11, ഇടവം 12 എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിർണായകമായ പ്രക്ഷോഭങ്ങൾക്ക് കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോ ഗവൺമെന്റോ അധികാരത്തിൽ ഇരുന്നിട്ടില്ല. ഈ നടപടി അതുകൊണ്ടാണ് ഞങ്ങൾ ആകെ ഒരു പുനർവായന, ഒരു ചർച്ച ഭൂപരിഷ്കരണ നിയമത്തെ സംബന്ധിച്ച് ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്റെ അഭിപ്രായത്തിൽ. മാത്രമല്ല, 1957 ആദ്യത്തെ ഒഴിപ്പിക്കൽ നിയമം പാസാക്കിയതിനു ശേഷം ഒരു ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനർ C. അച്യുതമേനോനായിരുന്നു. ആ C. അച്യുതമേനോനാണ് പിന്നീട് ഇതിന് ഊടും പാവും നൽകി ഈ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് രൂപം നൽകിയത്. അത് പ്രാവർത്തികമാക്കിയത് ഏറ്റവും കേരള രാഷ്ട്രീയത്തിലെ മികവുറ്റ ഭരണകർത്താവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബേബി ജോൺ ആയിരുന്നു എന്നുള്ളത്, റവന്യൂ മന്ത്രി ബേബി സാർ ആയിരുന്നു എന്നുള്ളത് അഭിമാനബോധത്തോടു കൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അടുത്ത 2022 കെ പ്രകാശ് ബാബു, CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു, ഇപ്പോൾ അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറി അല്ല, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. C. അച്യുതമേനോനെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസന ശില്പി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട രൂപത്തിൽ മാധ്യമ ലോകം ശ്രദ്ധിച്ചോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ വികസന നയം, ഭൂപരിഷ്കരണവും ലക്ഷം വീട് പദ്ധതിയും എന്ന ചാപ്റ്ററിലാണ്, അധ്യായത്തിൽ ശ്രീ കെ പ്രകാശ് ബാബു ഇങ്ങനെയാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം പട്ടയമേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഭൂമി വിതരണം സർക്കാർ സുഗമമാക്കി. അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലഘട്ടമാണ്.
നിയമം മൂലം സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഭൂമി നിയമാനുസൃതം ഭൂമിയില്ലാത്ത പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ആ മിച്ചഭൂമിയിൽ അതിക്രമിച്ചു കയറി പാർട്ടി പ്രവർത്തകരെ കൊണ്ട് വളഞ്ഞുകെട്ടാനും വേലികെട്ടി കൈവശപ്പെടുത്താനും നിയമാനുസൃതമുള്ള മിച്ചഭൂമി വിതരണത്തെ തടസ്സപ്പെടുത്താനും അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ഹീനമായ ശ്രമത്തെ കേരളീയ ജനത അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞു. ജന്മിത്വം എന്ന സമ്പ്രദായത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ശാശ്വതമായി ഒഴിവാക്കാൻ ശ്രീ അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞു. ഇത് 1970-77 കാലയളവിൽ അന്ന് നടന്ന മിച്ചഭൂമി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം ഒരു ഭാഗത്ത് മിച്ചഭൂമി കണ്ടെത്തി ഭൂരഹിതരായിട്ടുള്ള തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് സ്ട്രേറ്റ് ഫോർവേഡ്.